ചേച്ചി പറഞ്ഞതനുസരിച്ച് തന്റെ പഴയ കാമുകിക്ക് മെസ്സേജ് അയക്കുകയാണ് പ്രിയയുടെ ഭർത്താവ് ചെയ്യുന്നത്. അടുത്ത ദിവസം രേവതിയുടെ വീട്ടിലേക്ക് ഒരു ഇൻഷുറൻസ് ഏജന്റ് വരികയാണ്. എന്നിട്ട് രേവതിയുടെ ഭർത്താവിനെ കൊണ്ട് ഇൻഷുറൻസും എടുപ്പിക്കുന്നു. ഇൻഷുറൻസ് ഏജന്റ് പോകുവാനായി ഇറങ്ങുന്ന സമയത്താണ് പ്രിയ ഇൻഷുറൻസ് ഏജന്റിനെ കാണുന്നത്. ഈ പയ്യനൊപ്പമാണല്ലോ രേവതി എന്ന ബൈക്കിൽ പോയതെന്നും പ്രിയ ചിന്തിക്കുന്നു. എന്നാൽ അതൊക്കെ സംഭവിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞതും രേവതിയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോവുകയാണ്. അതോടുകൂടി വലിയൊരു എമൗണ്ട് തന്നെ രേവതിക്ക് ഇൻഷുറൻസ് തുകയായിട്ടും കിട്ടുകയാണ്. രേവതിയുടെ അമ്മയും ചേർന്ന് വീട്ടിലെത്തിക്ക് പുതിയ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. ഫ്രിഡ്ജ് വന്ന സമയം അവിടേക്ക് എത്തിക്കുകയാണ് പ്രിയ. എന്നാൽ പ്രിയയ്ക്കാണെങ്കിൽ നല്ല സംശയം തോന്നുന്നു. അതേസമയം പ്രിയ അവിടെ നിൽക്കുകയാണെന്നറിയാതെ ഇൻഷുറൻസ് ഏജന്റും അവിടേക്ക് വന്നിട്ട് കിട്ടിയ കാശിന് ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഓരോന്നൊക്കെ പറയുന്നു. എന്നാൽ അപ്പോഴാണ് പ്രിയ അവിടെ നിൽക്കുന്ന കാര്യം ഏജന്റും ശ്രദ്ധിക്കുന്നത്. ഏജന്റ് പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുകയും ചെയ്യുന്നു. അതോടെ പ്രിയയുടെ മനസ്സിലെ സംശയം വർദ്ധിക്കും. എന്നാൽ പ്രിയ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം രേവതിയെ തന്നെ ശ്രദ്ധിക്കുക. രേവതിയും ഇൻഷുറൻസ് ഏജന്റും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് ഒളിഞ്ഞു നിന്ന് കേൾക്കുവാനൊക്കെ ശ്രമിക്കുന്നു. രണ്ടാളും തന്നെ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കിയ പ്രിയ അവിടെ നിന്നും ഇറങ്ങിയോടി വന്ന് കയറിയതോ രേവതിയുടെ വീട്ടിലേക്ക്. രേവതിയുടെ വീട്ടിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ് പ്രിയ ചെയ്യുന്നതും. അതേസമയം വീട്ടിനകത്തേക്ക് വന്ന ഇൻഷുറൻസ് ഏജന്റും രേവതിയും തമ്മിൽ സംസാരിക്കുന്നത് പ്രിയ കേൾക്കുന്നു. ഇൻഷുറൻസ് ഏജന്റ് രേവതിയെ ഭീഷണിപ്പെടുത്തുന്നത്, എന്റെ ആ ഒരു വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളാണ് കൊന്നതെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ഇതെല്ലാം പ്രിയ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. പ്രിയയ്ക്ക് വയറു സുഖമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്നും വല്ലാത്ത ശബ്ദങ്ങളൊക്കെ കേട്ടതുകൊണ്ട് അകത്ത് ആരോ ഉണ്ടെന്നുള്ള കാര്യം രേവതിക്കും ഏജന്റിനും രേവതിയുടെ അമ്മയ്ക്കും മനസ്സിലായി. പ്രിയയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവർ പ്രിയയെ പിടികൂടുവാനായി ശ്രമിക്കുകയാണ്. ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പ്രിയ പറഞ്ഞിട്ടും അവർ പ്രിയയെ അവിടെ ലോക്ക് ചെയ്യുന്നു. പോകുവാനായി തിടുക്കം കൂട്ടുന്ന പ്രിയയോട് രേവതി പറയുന്നത്, എന്റെ ഭാഗം കൂടി നിങ്ങൾ കേൾക്കണം. കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം പുറത്ത് പറയണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണമെന്നും രേവതി പറയുന്നു. അങ്ങനെ രേവതി തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. രേവതിയുടെ ഭർത്താവ് ഒരാണാണെങ്കിലും മനസ്സുകൊണ്ട് പെണ്ണാണ്.